ഈ വാഴത്തൈകൾ നട്ടുപിടിപ്പിച്ച് 3 മാസത്തിനു ശേഷം ഒരു ദിവസം ഞാൻ അഭിമാൻ എന്നതിന്റെ പരസ്യം യൂട്യൂബിൽ കണ്ടു. ജൈവകൃഷിയിലുള്ള എന്റെ അതിയായ താൽപര്യത്താൽ ഞാൻ തന്നെ അത് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ ഞാൻ 1 ലിറ്റർ അഭിമാൻ വാങ്ങി 200 ലിറ്റർ വെള്ളത്തിൽ കലർത്തി എന്റെ വയലിലെ 200 മുതൽ 220 വരെ വാഴകളിൽ പുരട്ടി. പ്രയോഗിച്ചതിന്റെ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ദൃശ്യമായ പോസിറ്റീവ് മാറ്റങ്ങൾ നിരീക്ഷിച്ചു. ആശംസകൾ. ഞാൻ അരുൾകുമാർ, പെരമ്പലൂർ ജില്ലയിലെ അമ്മപാളയം സ്വദേശിയാണ്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഉള്ളി, കമ്പ്, നെല്ല് തുടങ്ങിയ വിളകൾ ഞാൻ സാധാരണയായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും G9 ഇനം വാഴകൾ വളർത്തിക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നു. ഈ വാഴത്തൈകൾ നട്ടുപിടിപ്പിച്ച് 3 മാസത്തിനു ശേഷം ഒരു ദിവസം യൂട്യൂബിൽ അഭിമാൻ എന്നതിന്റെ പരസ്യം ഞാൻ കണ്ടു. ജൈവകൃഷിയിലുള്ള എന്റെ അതിയായ താൽപര്യത്താൽ ഞാൻ സ്വയം അത് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ ഞാൻ 1 ലിറ്റർ അഭിമാൻ വാങ്ങി 200 ലിറ്റർ വെള്ളത്തിൽ കലർത്തി എന്റെ വയലിലെ 200 മുതൽ 220 വരെ വാഴകളിൽ പ്രയോഗിച്ചു. പ്രയോഗിച്ചതിന്റെ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ശ്രദ്ധേയമായ പോസിറ്റീവ് മാറ്റങ്ങൾ നിരീക്ഷിച്ചു. ഇലകൾ സമൃദ്ധവും കടും പച്ചനിറത്തിലുള്ളതുമായ നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ഇലകളുടെ വീതി വർദ്ധിച്ചു. സസ്യങ്ങൾ വളരെ ശക്തിയോടെ വളരാൻ തുടങ്ങി. ഏറ്റവും പ്രധാനമായി വേരുകളുടെ വികസനം മികച്ചതായിരുന്നു. പിന്നീട് ഓർബിക്സ് ഉപയോഗിക്കാൻ എന്നെ ഉപദേശിച്ചു. 200 ലിറ്റർ വെള്ളത്തിൽ അതേ രീതിയിൽ കലർത്തി ഈ ഉൽപ്പന്നവും പ്രയോഗിച്ചു. ആകെ 2 തവണ. ഈ രീതി സ്ഥിരമായി പിന്തുടർന്നതിന്റെ ഫലമായി സസ്യങ്ങൾ പൂർണ്ണമായും ആരോഗ്യമുള്ളതായി വളർന്നു. വാഴവിളയ്ക്ക് ഇപ്പോൾ ഏകദേശം 6 മാസം പ്രായമുണ്ട്. ഇപ്പോൾ അത് പൂക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ്. ഇതിനായി ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന FL77 എന്ന ഉൽപ്പന്നം ഉപയോഗിക്കാൻ എന്നെ ഉപദേശിച്ചു. തണ്ട് വളരെ ശക്തമായി വളർന്നിരിക്കുന്നു. വാഴക്കുല വളരെ വലുതായി വളർന്നിരിക്കുന്നു. നിലവിൽ കുലയിൽ 9 കൈകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഓരോ കൈയിലും ഏകദേശം 30 മുതൽ 32 വരെ പഴങ്ങളുണ്ടാകും. സാധാരണയായി ഒരു കുലയിൽ 12 കൈകൾ വിളയുമ്പോൾ പോലും ഓരോ കൈയിലും ഏകദേശം 24 പഴങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ കുറച്ച് കൈകൾ ഉണ്ടായിരുന്നിട്ടും എനിക്ക് കൂടുതൽ പഴങ്ങൾ ലഭിച്ചു. കുലയുടെ താഴത്തെ ഭാഗത്ത് നല്ല വിളവ് ലഭിക്കുന്നു. മൊത്തത്തിൽ ലഭിച്ച ആകെ ഭാരവും ഗണ്യമായി കൂടുതലാണ്. നന്ദി.